ആരെങ്കിലും ആത്മാക്കളുമായിട്ടുള്ള നിങ്ങളുടെ സംഭാഷണം ചോർത്തിയെടുത്തിട്ടുണ്ടോ? ഒരിക്കൽ വിയന്നയിൽ വച്ച് ഇത് സംഭവിച്ചു. ആരോ എന്റെ മുറിയിൽ ടേപ്പ് റെക്കോർഡർ ഒളിപ്പിച്ചു വെച്ചു. അത് കണ്ടുപിടിച്ച് പ്രവർത്തിച്ചപ്പോൾ എന്റെ ഏതാനും ചോദ്യങ്ങളും എന്നെ ഉണർത്തിയ തട്ടുമുട്ടും മാത്രമേ കേട്ടുള്ളൂ. ആ രാത്രിയിൽ എനിക്കു ലഭിച്ച ഉത്തരങ്ങൾ ഒന്നും തന്നെ കേട്ടുമില്ല. ആരെങ്കിലും താങ്കൾ അറിയാതെ ഈ അനുഭവങ്ങൾ ഒളിച്ചുനിന്ന് വീക്ഷിച്ചിട്ടുണ്ടോ? ഉവ്, ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചില ചെറുപ്പക്കാർ ഗോവണി വഴി രാത്രിയിൽ കയറി വന്ന് എന്നെ ശ്രദ്ധിച്ചു. ഞാൻ എന്തു പറയുന്നു കാണുന്നു എന്നറിയാൻ ശ്രമിച്ചു. ഞാൻ കുറിപ്പുകൾ എഴുതുന്നതും ആത്മാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും കണ്ട് അവർ ആകെപ്പാടെ ദുഃഖിതരായി. ഞാൻ വല്ലാതെ സഹിക്കുന്നത് കണ്ട് അവർ ആകെപ്പാടെ പരിഭ്രാന്തരായി. അവരുടെ ഉള്ളു കലങ്ങി. എന്നാൽ ആ സമയത്ത് ഒരാത്മാവ് അവിടെയുണ്ടായിരുന്നിട്ടും അവർക്ക് യാതൊന്നും കാണാനും കേൾക്കാനും കഴിഞ്ഞില്ല. എന്നെ ആരോ ശ്രദ്ധിച്ചിരുന്നുവെന്നും ആ കുട്ടികൾക്ക് ഒന്നും കാണാനും കേൾക്കാനും കഴിഞ്ഞില്ലെന്നും മനസ്സിലായപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞാൻ ഒരാത്മാവിനോട് ചോദിച്ചു. ഇപ്രകാരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ശരി തന്നെ, ഞാനും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ എനിക്കു നിങ്ങളെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടല്ലോ. താങ്കൾ ഞങ്ങളുടെ കൂടെയല്ലേ? ഞങ്ങൾ അന്ധകാരത്തിലാണ്. താങ്കളിലൂടെ പ്രകാശം വരുന്നു. ഞാൻ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലോ? ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞങ്ങളിത് താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം താങ്കൾ ഞങ്ങളുടെ സ്വന്തമാണ്. സ്വന്തമാണ് എന്നതിന്റെ അർത്ഥമെന്താണ്? കരുണയുടെ അമ്മയ്ക്ക് താങ്കളുടെ വ്രതത്തിലൂടെ താങ്കളെ തന്നെ നൽകി. പ്രത്യേകമാം വിധം നൽകി. അവൾ താങ്കളെ ഞങ്ങൾക്കു തന്നു. അതുകൊണ്ടാണ് അനേകം ആത്മാക്കൾക്ക് താങ്കൾ വഴി പ്രകാശം ലഭ്യമാകുന്നത്. താങ്കൾ സ്നേഹത്തോടും ദുഃഖത്തോടും കൂടി ഞങ്ങളെ സ്വീകരിക്കുന്നു. ഈ രീതിയിൽ താങ്കൾക്ക് ഞങ്ങളെ വളരെ വേഗം മോചിപ്പിക്കാൻ കഴിയും. താങ്കൾക്ക് അല്പമേ സഹിക്കേണ്ടി വരുന്നുള്ളൂ. കാരണം താങ്കൾക്ക് വളരെയേറെ കൃപകളും അനുഗ്രഹങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഇനിയും വേണ്ട കൃപകൾ ഞങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. താങ്കളിലേക്കുള്ള വഴി പ്രകാശമാണ്. ഇതൊന്ന് വിശദീകരിക്കാമോ? എന്റെ കരുണയുടെ അമ്മയോടുള്ള വ്രതം വഴിയായി ചിലർ കരുതും പോലെ മൂടുപടം നീക്കപ്പെടുകയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് എന്റെ സഹായം തേടി വരാൻ കഴിയുന്നു. താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ള ആത്മാക്കളെയെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതിനു കാരണം ഒരാത്മാവ് വരുമ്പോൾ ഒരേ സമയത്ത് 20 പേരുടെ പേരുകൾ വരെ ഒരുമിച്ച് ഏൽപ്പിക്കും. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുള്ള ആത്മാക്കളുടെ ഒരു ചെറിയ അംശമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഫലിതം പറയാൻ കഴിവുണ്ടോ? ഒരിക്കൽ അധ്യാപകനായിരുന്ന ഒരാത്മാവ് എന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. എവിടെയാണ് ജീവിച്ചിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഒരു വീട്ടിൽ എന്നായിരുന്നു മറുപടി. ഇത് ഞാൻ എന്റെ പുരോഹിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാരണവശാലും ജിജ്ഞാസുവാകരുത്. ഇതല്ലാതെ അവർ ശരിക്കും ഫലിതം പറയാറില്ല. അവർ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആകെപ്പാടെ ക്ഷമയോടെ സഹനത്തിന്റെ ഒരു ചിത്രമാണ് അവർ നൽകുക. താങ്കൾ അനുഭവിക്കുന്ന അത്യപൂർവമായ കാര്യങ്ങൾ ഊഹിക്കാൻ കഴിയാത്തവർക്കും താങ്കൾക്കുമിടയിൽ തമാശകൾ ഉണ്ടാകാറുണ്ടോ? അങ്ങനെയൊരവസരം ഓർത്തു നോക്കൂ. ഉവ്, ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു പരിചയക്കാരി തുറന്നു കിടന്ന മുൻവാതിലിലൂടെ കയറി വന്നു. വാതിലിൽ മുട്ടാതെയാണ് അവൾ വാതിൽ തുറന്ന് കയറിയത്. ഞാൻ എന്റെ സന്ദർശകരെ സ്വീകരിച്ച് ശീലിച്ചതിനാൽ അവളോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അവൾ അലറിക്കരഞ്ഞു, ഞാനൊരു ശുദ്ധീകരണാത്മാവല്ല. മരിയ ചിരിക്കുന്നു. ആദ്യകാലത്തല്ലാതെ താങ്കൾ ഒരാത്മാവിനെ സ്പർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു. ഞാൻ ഗാഢമായ ഉറക്കത്തിലായിരുന്നു. ഒരു ഹസ്തം എന്റെ മുഖം സ്പർശിച്ചപ്പോൾ ഉണർന്ന് ഞാൻ ചിന്തിച്ചു, ഇതെന്താ? ഞാൻ പൂർണ്ണമായും ഉണർന്നപ്പോൾ മനസ്സിലാക്കി അതൊരു ശുദ്ധീകരണാത്മാവ് ആണെന്ന്. അതെനിക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഞാനൊന്നിനെ സ്പർശിക്കാൻ ശ്രമിച്ചാൽ അവിടൊന്നും ഉണ്ടാവില്ല, വളരെ ചെറിയ ഒരു തണുപ്പൊഴികെ. അവർ തനിച്ചാണോ ഗ്രൂപ്പുകളായാണോ വരിക? അപൂർവമായി അവർ ഗ്രൂപ്പുകളായി വരാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരേ തരം കാര്യങ്ങൾക്ക് ശുദ്ധീകരണം അല്ലെങ്കിൽ വിമോചനം ആവശ്യമുള്ളവരാണ് ഒന്നിച്ചു വരിക. മധ്യ യൂറോപ്പിലെയോ ഓസ്ട്രേലിയയിലെയോ സ്വിറ്റ്സർലൻഡിലെയോ ജർമ്മനിയിലെയോ അല്ലാത്ത ഏതെങ്കിലും ശുദ്ധീകരണാത്മാക്കൾ താങ്കളെ സന്ദർശിച്ചിട്ടുണ്ടോ? അവരെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
തീർച്ചയായും പലവട്ടം വന്നിട്ടുണ്ട്. എന്നെ ആഫ്രിക്കക്കാർ സന്ദർശിച്ചിട്ടുണ്ട്. അവർ ജർമ്മൻ ഭാഷയിലാണ് എന്നോട് സംസാരിക്കുക. സാധാരണ ജർമ്മൻ, ചിലപ്പോഴൊക്കെ കുറച്ച് വികലമായ ജർമ്മനും. ജപ്പാൻകാരനായ ഒരാൾ ജപ്പാൻകാരനെ പോലെ തന്നെയായിരിക്കും, പക്ഷേ അയാൾ എന്നോട് ജർമ്മൻ ഭാഷ സംസാരിക്കും. അതെ, അമേരിക്കക്കാർ, സ്പെയിൻകാർ, ഹംഗറിക്കാർ, പോളിഷ് വംശജർ, ഇങ്ങനെ വിവിധ രാജ്യക്കാർ എന്നെ സന്ദർശിച്ചിട്ടുണ്ട്. ജപ്പാൻകാരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് പേര് പറയുകയുണ്ടായിട്ടുണ്ടോ? ഇല്ല. വിദൂരസ്ഥമായ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ കുടുംബക്കാരുടെ അപേക്ഷയൊന്നും തന്നെ ഇല്ലാതെയാണ് അവർ വരിക. വിദേശികളായ അനേകം സന്ദർശകർ എനിക്കുണ്ടാവാറുണ്ട്. എന്നാൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ആരും തന്നെ വന്നിട്ടില്ല. വളരെ ദൂരെയുള്ള പോളിനേഷ്യയിൽ നിന്ന് ഒരു ബസ് നിറയെ സന്ദർശകർ ഈയിടെ ഇവിടെ വന്നിരുന്നു. മരിയ, മുൻകൂട്ടി പറയാവുന്ന ഏതെങ്കിലും ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ ശുദ്ധീകരണാത്മാക്കൾ താങ്കളെ കാണാൻ വരിക? ചൊവ്വാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ കാണാൻ വരിക എന്നിങ്ങനെ മുൻകൂട്ടി പറയാൻ സാധിക്കുമോ? ഇല്ല, സാധാരണയായി എനിക്ക് ഒന്നും മുൻകൂട്ടി പറയാനാവില്ല. എന്നാൽ എനിക്കൊരു കാര്യം തീർച്ചയാണ്, എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അവർ വരുമെന്ന്. ഈ അടുത്ത കാലത്ത് സന്ദർശനങ്ങൾ എങ്ങനെയുള്ളതാണ്? ആഴ്ചയിൽ 3 പ്രാവശ്യം വരാറുണ്ട്. നവംബർ മാസത്തിലും നോയമ്പ് കാലത്തും ആഗമനകാലത്തും കൂടുതൽ പ്രാവശ്യം സന്ദർശിക്കാറുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച ശേഷം അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നാം നേരിട്ട് ചോദിക്കുന്നതും താങ്കൾ വഴിയായി ആവശ്യപ്പെടുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു മാറ്റവുമില്ല. ഒരേ ഒരു വ്യത്യാസം, ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് മോചിക്കപ്പെടുവാൻ കൃത്യമായി അവർക്കെന്തു വേണമെന്ന് എന്നോട് ചോദിച്ചാൽ പറയാനാകും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതു കൃത്യമായ ഒരു വഴിയാണ്. എന്നാൽ പതിവ് പ്രാർത്ഥന വഴിയും മറ്റു യാചനകൾ മൂലവും അവരുടെ പ്രതികരണങ്ങൾക്ക് യാതൊരു മാറ്റവും വരാറില്ല. അത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചാലും അങ്ങനെ തന്നെ. നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും വഴിയും നിരീക്ഷിക്കാനും ശ്രദ്ധിക്കാനുമുള്ള കഴിവ് വഴിയുമാണ് എന്തെങ്കിലും ചെയ്യാനാവുക. സഹായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ വെറുതെ ചിന്തിച്ചാൽ മതിയോ, അതോ ഉറക്കെ പറയണമോ? അവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ സഹനം മനസ്സിലാകും. അതുവഴി നമ്മുടെ ശരിയായ ആവശ്യങ്ങളും മനസ്സിലാകും. അതുകൊണ്ട് അവർ നമ്മെ സഹായിക്കും. ഉറക്കെ പറയുന്നത് കൊണ്ട് അവർ കേൾക്കുമെന്നത് ഉറപ്പ്. അത് ചെറിയൊരു പിറുപിറുക്കലായാലും മതി. അവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ പൊതുവേദികളിൽ വച്ച് അവരോട് സംസാരിക്കാൻ ഞാൻ ഉപദേശിക്കില്ല. ഈശോയ്ക്ക് നമ്മുടെ ചിന്തകൾ അറിയാം. നിശബ്ദമായ അർത്ഥനയും കരുണയുടെ അമ്മ വഴി അവരുടെ പക്കലെത്തും. ചിലപ്പോൾ ആരെങ്കിലും താങ്കളെ ഒരു പേര് അറിയിച്ചിട്ട് ഒരു 8 മാസം 1 വർഷത്തേക്ക് യാതൊരു മറുപടിയും ലഭിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ പ്രതികരണമെന്ന് താങ്കൾക്കറിയാമോ? ഒരു മറുപടി ഒരിക്കലും ലഭിച്ചില്ലെങ്കിൽ അതിനർത്ഥം ആ ആത്മാവ് നഷ്ടപ്പെട്ടു, നരകത്തിലാണ് എന്നത് തന്നെ. പക്ഷേ കാത്തിരിപ്പ് നീണ്ടുപോകുന്നത് കൊണ്ട് ഇത് ഉറപ്പിച്ചു പറയാനും പറ്റില്ല. മറുപടിയൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കത്തുകൾ എഴുതാനാരംഭിക്കാനും വയ്യ. അല്ലെങ്കിൽ ആത്മാവ് ഇതിനകം സ്വർഗത്തിലെത്തിയോ എന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ചോദിക്കുമെങ്കിൽ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ദയവായി ഒന്നോർക്കുക, ചിലപ്പോഴെല്ലാം കത്തുകൾ നഷ്ടപ്പെടാറുണ്ട്. മരിയ, ഇവിടെ ചുറ്റുപാടും ഞാൻ ചെറിയ ചെറിയ മേശവലിപ്പുകൾ കാണുന്നു. താങ്കൾ ആയിരക്കണക്കിന് പേരുകൾ സൂക്ഷിക്കുന്നുണ്ടോ? അവയ്ക്കെല്ലാം മറുപടി കാത്തിരിക്കുന്നുണ്ടോ? തീർച്ചയായുമില്ല. ആ മേശവലിപ്പുകളിൽ എന്റെ പല കടലാസുകളും മറ്റു സാധനങ്ങളുമുണ്ട്. ഒന്നും മറക്കരുത്, വെറും 25% വൈദികർ മാത്രമേ എന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും വിശ്വസിക്കുന്നുള്ളൂ. അതിനേക്കാൾ കുറവാണ് വിശ്വാസികളും. പിന്നെ കത്തോലിക്കരല്ലാത്തവരുടെ കാര്യം പറയണ്ടല്ലോ. അതിലും കുറവേ മറ്റ് മതവിഭാഗങ്ങളും ഇതൊക്കെ വിശ്വസിക്കുന്നുള്ളൂ. കുറച്ചു വർഷം മുൻപ് വരെ 100ഓളം പേരുകളെ കൂടി വന്നാൽ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി 1000-ലധികമായി. എന്നാൽ അതൊരിക്കലും ആയിരങ്ങൾ ആകുന്നില്ല. ജനങ്ങൾക്ക് ഈ സേവനം നൽകുന്നതിന് പ്രതിഫലമായി താങ്കൾ എന്തെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്
അവിടുന്ന് നൽകുന്ന പ്രത്യേക സ്നേഹം എന്നെ സംരക്ഷിക്കുന്നു. ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ പക്കലേക്ക് ശുദ്ധീകരണ ആത്മാക്കളെ അയക്കുവാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല. ഇങ്ങനെ ചെയ്യാൻ അനുവാദം ലഭിക്കണമേ എന്ന് ആശിച്ചിട്ടുണ്ട്. ഈ പ്രതിഭാസത്തെയും ശുദ്ധീകരണ ആത്മാക്കളെയും പരിഹസിക്കുന്നവരെ ഇത് ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി. മരിച്ചവരുടെ ആത്മാക്കൾ നമ്മെ സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുന്നത് പാപമാണെന്ന് പറയുന്നു. അല്ല, അത് പാപമല്ല. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആരും തമാശ പറയരുത്. ഇതൊരു വിശ്വാസ പ്രമാണമല്ല, അതുകൊണ്ട് പാപവുമല്ല. ശുദ്ധീകരണ ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ എന്തു വ്യത്യാസമാണ് താങ്കൾ കാണുന്നത്? വളരെ മൃദുല ഹൃദയവും നിരീക്ഷണപാഠവുമുള്ള വ്യക്തികൾക്കാണ് സാധാരണയായി ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനാവുന്നത്. കൂടുതൽ വ്യക്തമായി ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനും അനുഭവിക്കാനും എന്താണ് ചെയ്യേണ്ടത്? അത് അവർക്കായി ധാരാളം പ്രാർത്ഥിക്കുക, വിശുദ്ധി കഴിയുന്നത്ര കാത്തു സൂക്ഷിക്കുക. ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കൃപയിലായിരിക്കുക എന്നതാണ്. നമ്മുടെ സുതാര്യത നഷ്ടപ്പെടുന്നതെല്ലാം ഉപേക്ഷിക്കുക, ശരീരം സ്വതന്ത്രമായിരിക്കുക, സമീകൃതാഹാരം മിതമായി കഴിക്കുക. തീർച്ചയായും മയക്കുമരുന്ന്, മദ്യപാനം ഇവ ഒഴിവാക്കുക. ഉപവാസം അനുഷ്ഠിക്കുന്നതും നല്ലതുതന്നെ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുജനങ്ങളുടെ ശുദ്ധീകരണവാസത്തിന് നീളം കുറയ്ക്കാൻ സാധിക്കുമോ? കഴിയും. അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ശുദ്ധീകരണ ആത്മാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പലപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ശുദ്ധീകരണ ആത്മാക്കൾ ഏതെല്ലാം വിധത്തിലാണ് അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് അവരെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക? ഏറ്റവും സാധാരണയായി മുട്ടി വിളിക്കുന്നതിലൂടെയാണ്. എന്റെ ഒരു സുഹൃത്ത് മുട്ടി വിളിക്കുന്നത് എണ്ണി നോക്കി. മോചനത്തിനായി ആ ആത്മാവിന് എത്ര പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കണമെന്ന് മനസ്സിലാക്കി. വേണ്ടത്ര ബലികൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ തട്ടലും മുട്ടലും ആവർത്തിച്ചതുമില്ല. വീണ്ടും ഇങ്ങനെ സംഭവിച്ചപ്പോൾ മുട്ടലിന്റെ എണ്ണം വ്യത്യസ്തമായിരുന്നു. ശബ്ദം കേട്ട സ്ഥലം മുറിയിലെ വേറൊരിടത്തായിരുന്നു. അതുകൊണ്ട് അത് മറ്റൊരാത്മാവാണെന്ന് മനസ്സിലായി. അവർ നമ്മുടെ പേര് വിളിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ശബ്ദം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ പ്രത്യേക വ്യക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണത്. ചിലപ്പോൾ അവർക്ക് കൂടുതൽ സജീവമായി ഭൂതാവേശത രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ഇതുവഴി ഭിത്തിയിലിരിക്കുന്ന നാഴികമണി തറയിൽ വരുകയും അടഞ്ഞ ജാലകങ്ങളും വാതിലുകളും തുറക്കപ്പെടുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുമാണ്. ഈ ആത്മാക്കൾ നമ്മുടെ സത്വര ശ്രദ്ധ ആവശ്യമുള്ളവരാണ്. കാരണം അവർ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഏറ്റവും താഴത്തെ പടിയിലുള്ളവരാണ്. മച്ചിനു മുകളിൽ കാലൊച്ച കേൾക്കുന്നതും പതിവാണ്. അവർക്ക് വ്യക്തമായൊരു തെളിവ് അവശേഷിപ്പിക്കാനാവുന്നതുകൊണ്ട് ആരാണ് വന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനും കഴിയും. അവർ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ കാണപ്പെടാറുള്ളൂ. മിക്കവാറും അങ്ങനെയാണ്. എന്നാൽ അപൂർവമായി അവർ ഉറ്റ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാനും തിരഞ്ഞെടുക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് കാണപ്പെടാറുണ്ട്. ചെറുപ്പത്തിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന പലരും മരണശേഷം തിരിച്ചു വന്നിട്ടുള്ളതായി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ വളരെയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വൈകാരികമായി അടുപ്പമുള്ളവരുടെ അടുത്താണ് അവർ വരിക. ബന്ധമൊന്നുമില്ലാത്ത, ക്ഷമിക്കാൻ കൂട്ടാക്കാത്തവരുടെ അടുത്തേക്ക് ഉപദ്രവകരമായ രീതിയിൽ ശുദ്ധീകരണ ആത്മാക്കൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കർഷകൻ അയാളുടെ അറപ്പുരയോട് കൂട്ടിച്ചേർത്ത് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ഉയരത്തിൽ വച്ച് ഭിത്തി ഓരോ ദിവസവും ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നു. അയാൾ വളരെയധികം മരാമത്ത് പണികൾ നടത്തിയിട്ടുള്ള ഒരാളായിരുന്നെങ്കിലും ഈ ഭിത്തി അയാൾക്ക് വലിയ പ്രശ്നമായി തീർന്നു. അയാൾ വിദഗ്ധരായ മറ്റു പണിക്കാരെ വിളിച്ച് അയാൾ ചെയ്യുന്ന പണിക്ക് തെറ്റുണ്ടോ എന്ന് ആരാഞ്ഞു. അവർ പറഞ്ഞു, അയാൾ വളരെ നന്നായിട്ടാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അയാളെ കാണാൻ ഞാൻ ക്ഷണിക്കപ്പെട്ടു. അയാളുടെ കൃഷിയിടത്തെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയും ചോദിക്കുന്നതിനിടെ അയാൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചു. ആദ്യം അയാൾക്ക് ഒന്നും ഓർക്കാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ ഓർമ്മകളുടെ ആഴത്തിലേക്ക് അയാളെ നയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അയാൾക്ക് ഒട്ടും സൗഹൃദമില്ലാത്ത അയാളുടെ ഭാര്യയെ അലോസരപ്പെടുത്തുന്ന വിധം വാർത്തകൾ പരത്തുന്ന ഒരാളുണ്ടായിരുന്നു. ഈ അയൽക്കാരൻ മരണമടഞ്ഞു. അവിടെ താമസക്കാരൻ വരികയും ചെയ്തു. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല.
അയാൾക്ക് സംഭവിച്ചതെല്ലാം അയാൾ അർഹിക്കുന്നതായിരുന്നു. അയാളുടെ വൃത്തികേടുകൾ ഒന്നും പൊറുക്കാൻ പറ്റുന്നവയല്ല. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞതേയില്ല. ഞാൻ ശാന്തമായി അയാളെ പറഞ്ഞു മനസ്സിലാക്കി, നമുക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ ക്ഷമിച്ചേ മതിയാവൂ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് അവനവന് തന്നെ പിന്നീട് ഉപദ്രവം വരുത്തുമെന്ന് ഉറപ്പാണെന്ന്. അയാൾക്കത് അപ്പോൾ മനസ്സിലായി. പിന്നീട് മതിൽ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടായതുമില്ല. അവർ വേറെ ഏതു വിധത്തിലാണ് നമുക്ക് കാണപ്പെടുക? സ്വപ്നങ്ങളിലും വരാറുണ്ട്. എന്നാൽ അത് അപൂർവമായിട്ടേയുള്ളൂ. കാരണം സ്വപ്നങ്ങൾ അത്രയ്ക്ക് വിശ്വാസയോഗ്യമല്ല. അപ്പോഴും അവർ നമ്മുടെ പ്രാർത്ഥനാ സഹായവും മുകളിലേക്കു കയറാനുള്ള മാർഗവും തേടുന്നു. ഇങ്ങനെയല്ല കാര്യങ്ങളിൽ സ്വപ്നത്തിനെന്തോ മറ്റ് ഉദ്ദേശ്യങ്ങളുമുണ്ട്. ഇംഗ്ലണ്ടിലുള്ള വിവാദപരമായി ചിന്തിക്കുന്ന, സ്നേഹപ്രകൃതമുള്ള, വിജയകരമായ നിലയിൽ വർത്തിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, ശുദ്ധീകരണ ആത്മാക്കൾ അവരുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ സംവദിക്കുമ്പോൾ ഏതു വിധത്തിലാണ് അതെന്ന് സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാമെന്ന്. ബാഹ്യമായ അസ്വീകാര്യമായ ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വരുന്നു. എല്ലാ ചിന്തകൾക്കും നൈസർഗികമായ നിർഗമന മാർഗമുണ്ട്. ഇത് വാങ്മയമായി പ്രകടിപ്പിക്കപ്പെടാം, പ്രവൃത്തിയായി പുറത്തുവരാം, അസുഖകരമായ രോഗലക്ഷണമായോ ഏതെങ്കിലും ഒരു അവയവം ശരിയായി പ്രവർത്തിക്കാതെയിരിക്കുന്നതോ ആയി വരാം. നീണ്ട ഔഷധപ്രയോഗമോ ചികിത്സകളോ നൽകുന്നതിനു മുൻപ് നാം ചോദിക്കണം, അബോധ മനസ്സിൽ സന്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? ആ ആത്മാവ് നമ്മുടെ സ്നേഹം, ക്ഷമ, പ്രാർത്ഥന ഇവ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുകയാണ്. ഇത് താങ്കളുടെ അഭിപ്രായത്തിൽ ശരിയാണോ? അതെ, കൃത്യമായും അത് തികച്ചും ശരിയാണ്. ജീവിച്ചിരുന്ന കാലത്ത് താങ്കൾക്ക് പരിചയമുണ്ടായിരുന്ന വ്യക്തികളുടേതല്ലാതെ പ്രസിദ്ധമായ വ്യക്തികളുടെ ആത്മാക്കൾ വന്നിട്ടുണ്ടോ? പ്രസിദ്ധരായ വ്യക്തികളുടെ ആത്മാക്കൾ മോചിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ ബന്ധുജനങ്ങൾ ഇവിടെ വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നാസിയായ ദുഷ്കീർത്തിയുള്ള മാർഷൽ ഹെർമൻ ഹെറിംഗ് എനിക്ക് പ്രത്യക്ഷനായി. കാരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്റെ സഹായം തേടി വന്നു. ഇപ്പോൾ അദ്ദേഹം സ്വർഗത്തിലാണ്. ദൈവം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. നമുക്കൊന്നും വിധിക്കാൻ അവകാശമില്ല. മറ്റു പലരും വന്നിട്ടുണ്ട്. ഒരു ആത്മാവ് എന്നെ കാണാൻ വന്നപ്പോൾ വസ്ത്രധാരണത്തിൽ നിന്ന് വളരെ സുപ്രധാന വ്യക്തിയാണെന്ന് മനസ്സിലായിട്ടും എവിടെ നിന്ന് വന്നുവെന്നോ എവിടെ ജീവിച്ചിരുന്നുവെന്നോ എനിക്ക് പറയാനായില്ല. എന്ത് സഹായത്തിനാണ് എന്റെ പക്കൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, ഞാൻ പാപ്പയായ പോൾ ആണെന്ന്. ഇതൊരു പൈശാചിക പരീക്ഷണമാണെന്നു കരുതി ഞാൻ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. അല്ല, താങ്കൾ മാർപ്പാപ്പയല്ല. എനിക്ക് പാപ്പായെ അറിയാം. ഞാൻ പോൾ 4 ആണ്, പോൾ 6 അല്ല. സ്വന്തം ഭരണകാലത്ത് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ചെയ്യായികയാൽ 16-ാം നൂറ്റാണ്ട് മുതൽ ശുദ്ധീകരണ സ്ഥലത്താണ് എന്ന് പറഞ്ഞു. ദൈവിക പദ്ധതി പ്രകാരമല്ലാതെ റോമിലെ യഹൂദരെ യഹൂദ സങ്കേതങ്ങളിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പിൻഗാമികളൊന്നും എന്നെ തേടി വന്നില്ല കേട്ടോ. മരിയ ചിരിക്കുന്നു. ഒരു നാസി ഒരു പോപ്പിനേക്കാൾ കുറച്ചു സമയമേ ശുദ്ധീകരണ സ്ഥലത്ത് സമയം ചെലവഴിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ചിലർ പറയും, ഒരു പുരോഹിതനോ മെത്രാനോ പാപ്പായോ ആകുന്നതിനേക്കാൾ നല്ലത് ഒരു നാസി ആവുകയാണ്. ദൈവമേ അല്ല, വ്യത്യാസം പാപപരിഹാരത്തിന്റെ അളവിലാണ്. മാർപ്പാപ്പയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഏറെ അറിയാമായിരുന്നു. എന്നാൽ ഹെർമനാകട്ടെ വളരെ കുറച്ച് ദൈവത്തെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. ഫാദർ മാറ്റ് എന്നോട് പറഞ്ഞു, ഹെർമൻ ഈ ഭീകരാവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടതിനു കാരണം വളരെ കുറച്ച് സംരക്ഷണ ആയുധങ്ങളെ അയാൾക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതായത് പ്രാർത്ഥന, കൂദാശകൾ, വചനം, സഭാ പാരമ്പര്യം ഇവ. ദൈവത്തിന്റെ സകലരോടുമുള്ള സ്നേഹവും നീതിയും ഈ വ്യത്യാസങ്ങളെ സമതുലിത അവസ്ഥയിലാക്കി. ഇപ്പോൾ അവർ രണ്ടുപേരും ദൈവത്തോടൊപ്പം സ്വർഗത്തിലാണ്. തീർച്ചയായും ഒരേ തട്ടിലല്ല. ക്ഷമിക്കൂ, ഞാൻ ഉടനെ വരാം. എന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തീറ്റി കൊടുത്തിട്ടില്ല. 2 മിനിറ്റ്, ഞാൻ ഉടനെ വരാം. മരിയ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കരുതലും താൽപ്പര്യവും ഏറെയുള്ള മറ്റനേകം വ്യക്തികളെപ്പറ്റി ചിന്തിച്ചു. മാത്രമല്ല മരിയയുടെ അടുത്ത മറുപടികൾ അനേകരെ സ്പർശിക്കാനിടയാകട്ടെ എന്ന് പ്രത്യാശിച്ചു. ഞാൻ പോകുന്നതിന് മുൻപ് വളരെ പ്രസിദ്ധനായ ഒരാളുടെ പേരും തരാം. അദ്ദേഹത്തെപ്പറ്റി പറയാമോ? തീർച്ചയായും. നിരവധി അമേരിക്കക്കാരും അയർലൻഡുകാരും
ലോകമെമ്പാടുമുള്ള വളരെയേറെ പേരും സ്നേഹിച്ചിരുന്ന കെന്നഡിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ അർത്ഥമെന്താണ്? അദ്ദേഹം വധിക്കപ്പെട്ട് വളരെ വേഗം സ്വർഗത്തിലെത്തി. അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളൊന്നും എന്നെ കാണാൻ വന്നിട്ടില്ലെങ്കിലും ഒരു ശുദ്ധീകരണാത്മാവ് ഈ വിവരം എനിക്കു നൽകി. അത്ഭുതകരം. കുറച്ചു വർഷങ്ങൾക്കു ശേഷം വധിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരൻ റോബർട്ട് കെന്നഡിയെപ്പറ്റി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ? തീർച്ചയായും ചോദിച്ചോളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കൊന്തയും പിടിച്ചുകൊണ്ടാണ് റോബർട്ട് കെന്നഡി മരിച്ചത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ അമ്മ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് എല്ലാം നന്നായിരിക്കും താനും. അതെനിക്ക് തീർച്ചയാണ്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നുവെന്ന് ആരോ എന്നോട് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം നമുക്ക് മനസ്സിലാക്കി തരുന്നു. എങ്കിലും ആ പേര് എനിക്ക് എഴുതി തരുക. 16-ാം നൂറ്റാണ്ട്. അത് തികച്ചും എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഇതുപോലെ നീണ്ട കാലയളവ് ശുദ്ധീകരണ സ്ഥലത്ത് വസിച്ച് മറ്റാരെങ്കിലും താങ്കളുടെ സഹായം തേടി വന്നിട്ടുണ്ടോ? ഉവ്. കോരിന്തോസിൽ 1660 മരിച്ച ഒരു ഓഫീസറെ സഹായിക്കാനുള്ള അഭ്യർത്ഥന എന്റെ പക്കൽ വന്നു. കൊളോണിൽ 555 മരിച്ച ഒരു വൈദികന്റെ ആത്മാവും എന്നെ തേടിയെത്തി. അതിനാവശ്യമായത് നിരുപാധികം ഞാൻ ചെയ്തു കൊടുത്തു. അല്ലായിരുന്നെങ്കിൽ അന്ത്യവിധി വരെ അത് ശുദ്ധീകരണ സ്ഥലത്ത് ആയിരുന്നേനെ. കാരണം വിശുദ്ധ ഉർസുലായുടെ അനുയായികളുടെ രക്തസാക്ഷിത്വത്തിൽ അത് പങ്കുവഹിച്ചിരുന്നു. 1740, 1810 എന്നീ വർഷങ്ങൾ ഞാൻ ഓർക്കുന്നു. പക്ഷേ അപ്പോൾ എന്നെ സന്ദർശിച്ചവരുടെ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. താങ്കളുടെ ഭാവിയെക്കുറിച്ച് ശുദ്ധീകരണാത്മാക്കൾ എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടോ? വിശദമായൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു. അത് ഞാൻ കാണുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മാനസാന്തരത്തിനായി ദൈവത്തിൽ നിന്നുള്ള ഒരടയാളമായിരിക്കും അത്. അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തും. എന്നിരുന്നാലും സകലരും മാനസാന്തരപ്പെടുകയുമില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിമപാതമോ മറ്റോ പോലെ താക്കീതുകളും നിർദ്ദേശങ്ങളുമാവാം ലഭിക്കുന്നത്. ശുദ്ധീകരണ ആത്മാക്കൾ ഒരു കുറ്റകൃത്യം തെളിയിക്കുവാൻ താങ്കൾ വഴി പോലീസിനെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ പല സംഗതികളിലും എന്റെ സാക്ഷ്യങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾ എനിക്കു നൽകിയ അറിവുകളിലൂടെ തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനമാണ് പലതിനും പിന്നിലെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കണം, എന്നെ കാണാൻ വരുന്നവരിൽ വലിയൊരു പങ്ക് ആഴമേറിയ ക്രിസ്തീയ വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പഴിക്കാതെയും പിന്തുടരാതെയും പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുക. ശുദ്ധീകരണ ആത്മാക്കൾ അവരുടെ സന്ദർശന വേളയിൽ അവരുടെ ഭാവിയെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. താങ്കളും അവരും മാനസാന്തരം എന്ന് പറയുമ്പോൾ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും കത്തോലിക്ക സഭയിൽ ചേരണം എന്നാണോ അർത്ഥമാക്കുന്നത്? അല്ല, മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഹൃദയ പരിവർത്തനമാണ്. നമ്മുടെ മനസ്സും ജീവിതവും ദൈവോന്മുഖമായി തീരുന്നു. ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലുള്ള എല്ലാ വിഭാഗീയതയും മനുഷ്യനുണ്ടാക്കിയതാണ്. കത്തോലിക്ക സഭ യേശു പഠിപ്പിച്ച സത്യങ്ങൾ അതേപടി നിലനിർത്തുന്നു എന്നതാണ് ശരി. എങ്കിലും ഈ വിഭാഗീയതയൊന്നും മാറ്റാൻ നമുക്ക് കഴിയില്ല. ദൈവം എല്ലാ സഭകളെയും ഒരുമിച്ച് കൂട്ടും. ഇതും നമ്മുടെ ഇപ്പോഴത്തെ പാപ്പായുടെ, അതായത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ കാലത്ത് വളരെ വേഗം സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ മാനസാന്തരമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തോട് ഒന്നായിരിക്കത്തക്ക വിധം മാറേണ്ടിയിരിക്കുന്നു. ആത്മീയമായി മറ്റുള്ളവരെക്കാൾ ആരോഗ്യകരമായ അവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കൾ ഉള്ളതുപോലെ ലോകത്തിൽ ആത്മീയമായ ആരോഗ്യസ്ഥിതി മെച്ചമായ സ്ഥലങ്ങളും ഉണ്ടോ? ഇതേക്കുറിച്ച് ശുദ്ധീകരണാത്മാക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉവ്, പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്ക മാനസാന്തരത്തിന്റെ പാതയിലാണ്. ആകെ നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഏറ്റവും മോശം ആത്മീയ അവസ്ഥ അമേരിക്കയിലും പടിഞ്ഞാറൻ യൂറോപ്പിലുമാണ്. അവർക്ക് വേണ്ടി വളരെയേറെ പരിഹാര പ്രായശ്ചിത്തങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്ഥിതി മെച്ചപ്പെട്ടേക്കാം. നേരത്തെയുള്ള സോവിയറ്റ് യൂണിയൻ ഇത് രണ്ടിനുമിടയിലാണ്. കാരണം അവർ കർക്കശമായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ കീഴിൽ ഏറെ വർഷങ്ങൾ സഹിച്ചു. എന്നാൽ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നാം ഏറെ പ്രാർത്ഥിക്കേണ്ടത്.
അവർ യുദ്ധക്കെടുതികൾ ഈ നൂറ്റാണ്ടിൽ സ്വന്തം മണ്ണിൽ അനുഭവിച്ചിട്ടില്ല. അവർ അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും ഗൂഢവിദ്യകളിലും വിവാഹമോചനത്തിലും ഭ്രൂണഹത്യയിലും ഭൗതികവാദത്തിലും മുഴുകിക്കഴിയുന്നു. അങ്ങേയറ്റം നാശകരമായ അവസ്ഥയിൽ കഴിയുന്നു. വരാനിരിക്കുന്ന സംഭവം ശുദ്ധീകരണാത്മാക്കൾ പറയും പോലെ നാടകീയമായി അമേരിക്കയെ ബാധിക്കും. വളരെയധികം സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി മരണമടയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു. അജ്ഞാതനായി എന്നാൽ വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇതൊന്നും ലഭിക്കുന്നുമില്ല. ദൈവനീതി അനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ നാഥ അധികമായിട്ടുള്ള പ്രാർത്ഥനാ അവസരങ്ങൾ ആവശ്യമുള്ളവർക്കിടയിൽ വിതരണം ചെയ്യുന്നു. അവൾ ഒരിക്കലും തന്റെ സന്താനങ്ങൾ ആരെയും മറക്കുന്നില്ല. ശുദ്ധീകരണ ആത്മാക്കൾ പ്രകൃതിക്കും പരിസ്ഥിതിക്കും സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രകൃതിയെ നശിപ്പിക്കുന്നത് വലിയ പാപമാണ്. അതിന് പ്രായശ്ചിത്തം അനുഷ്ഠിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരണ ആത്മാക്കളെ മൃഗങ്ങൾക്ക് തിരിച്ചറിയാനാകുമോ? ഉവ്, പ്രത്യേകിച്ച് കുതിരകൾ, നായ്ക്കൾ, കോഴിക്കുഞ്ഞുങ്ങൾ. കുതിരകൾ മുൻപോട്ട് കടന്നു പോകാൻ വിസമ്മതിച്ച ചില ഭവനങ്ങൾ പിന്നീട് ആത്മാക്കളുടെ ആവാസ സ്ഥലങ്ങളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ശ്രദ്ധ അവരിലേക്ക് ക്ഷണിക്കുകയാണ്. നായ്ക്കളെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. ശുദ്ധീകരണ ആത്മാക്കൾക്കറിയാമല്ലോ നായ്ക്കൾ അവരുടെ യജമാനനെ അനുസരിക്കുന്നതിൽ സന്തുഷ്ടരാണെന്ന്. ശുദ്ധീകരണ ആത്മാക്കളുടെ നിർദ്ദേശമനുസരിച്ച് അപകടാവസ്ഥയിലായ ഒരു കളപ്പുര രക്ഷിക്കാൻ യജമാനനെ വിളിക്കാൻ നായ പോകുമോ? ഇല്ല, ഇത് സംഭവിക്കില്ല. കാരണം നായ്ക്കൾക്ക് ആത്മാവില്ല. മൃഗങ്ങളെപ്പറ്റി പറയുമ്പോൾ ബിനിനിലെ വിശുദ്ധ ഹിൽഡേഗാർഡ് പറയുന്നത് സാത്താൻ ഏറ്റവും വെറുക്കുന്നത് നായ്ക്കളെയാണെന്നാണ്. കാരണം നായ മറ്റു മൃഗങ്ങളെക്കാൾ മനുഷ്യനോട് വളരെ കൂറ് കാണിക്കുന്നു. എന്നാൽ ഒരിക്കൽ സാത്താൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പറയാം. പെട്ടെന്നൊരു നായ എന്റെ മുറിയിൽ കയറി വന്ന് വട്ടം ചുറ്റി ഓടാനും കുരയ്ക്കാനും തുടങ്ങി. ഏതാണ്ട് 2 മിനിറ്റ് നേരം ഇതുണ്ടായി. ശല്യം തുടർന്നപ്പോൾ ഞാൻ യേശുനാമത്തിൽ അതിനോട് പോകാൻ കൽപ്പിച്ചു. ആൾക്കാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണെന്നറിയാനും സ്വർഗത്തിലേക്ക് മോചിപ്പിക്കപ്പെടുവാനും ആഗ്രഹമുണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ താങ്കളുമായി സമ്പർക്കത്തിലേർപ്പെടാൻ ഏറ്റവും നല്ല വഴി എന്താണ്? അതിനാവശ്യമായത് എന്താണ് അയക്കേണ്ടത്? അത് വളരെ ലളിതമാണ്. പേരുകളുടെ ഓരോ ഇഞ്ച് ഇടവിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. മുഴുവൻ പേരും എഴുതുക. ഏത് പട്ടണത്തിൽ വെച്ച് മരിച്ചു, ജനനവർഷം, മരണവർഷം ഒരേ ലൈനിൽ എഴുതുക. ഇടയ്ക്കുള്ള സ്ഥലത്ത് ശുദ്ധീകരണാത്മാക്കൾ എനിക്ക് നൽകുന്ന ഉത്തരങ്ങൾ എഴുതി കടലാസുകൾ തിരികെ അവർക്ക് നൽകും. ഉത്തരങ്ങൾ ചെറുതും ലളിതവുമായിരിക്കും. ജിജ്ഞാസ കൊണ്ട് ഇത് ചെയ്യിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാത്തിരിക്കുക. ഇതു കാര്യങ്ങൾ എളുപ്പമാക്കും. ജിജ്ഞാസ കൊണ്ട് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചതിനാൽ ഉത്തരം ലഭിക്കാതിരുന്നിട്ടുണ്ടോ? ഉവ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആരോ വന്ന് ഹിറ്റ്ലറിനെ പറ്റിയും സ്റ്റാലിനെ പറ്റിയും ചോദിച്ചു. ആ അപേക്ഷ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കണ്ടില്ല. അല്പസമയം കഴിഞ്ഞ് മറുപടി വന്നു, ഉത്തരമൊന്നുമില്ല. കാരണം ചോദ്യം ചോദിച്ചയാൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അത് സത്യവുമായിരുന്നു. കാരണം അവർ പിന്നീട് തിരികെ വന്നതേയില്ല. അവസാനം ഹിറ്റ്ലറും സ്വർഗത്തിലെത്തിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എവിടെ നിന്നോ എനിക്കറിയാം അയാൾ നരകത്തിലാണെന്ന്. ഭൂതാവേശിതരായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വാക്കുമിണ്ടാതെ ആത്മാക്കൾ താങ്കളുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നാണോ? ഉവ്, അത്തരം സംഭവങ്ങളിൽ അതിന് പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ അനുവാദത്തോടെ അത് എന്താണ് അതിന് കൂടുതൽ വേണ്ടത് എന്ന് അറിയിക്കാൻ എന്നെ കാണാൻ വരും. തിരികെ തെറ്റായ ഉത്തരം എന്നെങ്കിലും താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പേര് തന്ന ആൾക്ക് എനിക്ക് ലഭിച്ച ഉത്തരം ഞാൻ തിരികെ ഏൽപ്പിച്ചു. അയാളുടെ പക്കൽ അത് കൊടുത്തപ്പോൾ അയാൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കൾ കബളിപ്പിക്കുന്നയാളാണെന്ന്. കാരണം ഞാൻ പേര് നൽകിയ ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇതു കേട്ടപ്പോൾ എനിക്ക് കോപവും നിരാശയും അനുഭവപ്പെട്ടു. ഞാൻ എന്റെ ആത്മീയ നേതാവിനെ കാണാൻ പോയി. എനിക്ക് തെറ്റായ നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു. വിഷമിക്കേണ്ട, ആ മനുഷ്യന്റെ പാപമാണ് പിശാചിനെ വിളിച്ചു വരുത്തിയത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മറ്റു ചിലർ ചോദിച്ച ചോദ്യങ്ങൾക്ക്
തെറ്റായ ഉത്തരം ലഭിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവർക്ക് എന്നോടത് നേരിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അവരുടെ അവിശ്വസ്തത കൂടുതൽ തെറ്റുകളിലേക്ക് നയിക്കപ്പെടുകയും സാത്താൻ വേഷം മാറി വന്ന് എന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നുണ പറയുന്നവർ പിശാചിനെ വിളിച്ചു വരുത്തുന്നു. ശുദ്ധിയില്ലാത്ത ഹൃദയവുമായി വരുന്നവർ അവർക്ക് തന്നെ ശിക്ഷ വരുത്തിവയ്ക്കുന്നു. അപ്പോൾ എന്റെ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഞാൻ തെറ്റായ ഉത്തരങ്ങൾ നൽകുന്നുവെന്ന് സംശയിക്കുന്ന എല്ലാവരോടുമായി ഞാനിത് പറയുന്നു. ആത്മാക്കൾക്ക് തെറ്റ് പറ്റാറില്ല. പ്രത്യേകിച്ച് ഭൂതകാലത്തിലെ സംഭവങ്ങളെക്കുറിച്ചോ ഇപ്പോൾ സംഭവിക്കുന്നുവെന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ. എന്നാൽ വരാനിരിക്കുന്നവയെക്കുറിച്ച് പറയുമ്പോൾ തെറ്റുപറ്റിയേക്കാം. കാരണം ദൈവ തിരുമനസ് ചിലപ്പോൾ മാറിയേക്കാം എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അവസാനം നൽകിയ ഒരു ഉത്തരം കാലത്തിന്റെ പ്രയാണത്തിൽ പാടെ മാറിയെന്നു വരാം. ഇതിന്റെ അർത്ഥം ദൈവത്തിന് തീരുമാനങ്ങൾക്ക് മാറ്റം വന്നു എന്നത് തന്നെ. അതിനർത്ഥം ആത്മാക്കൾ കള്ളം പറയുന്നുവെന്നോ ഞാൻ കബളിപ്പിക്കുന്നുവെന്നോ അല്ല. താങ്കൾക്കറിയാമോ, താങ്കളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും സ്വയം നുണയന്മാരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവരിൽ പലരും വൈദികരാണെന്ന്? അറിയാം, അവർക്കിടയിൽ വൈദികരുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇത് എപ്പോഴും സംഭവിക്കുന്നില്ല. ഇതല്ലേ സത്യം? അവർക്കിടയിൽ പറയുന്നതനുസരിച്ച് മറ്റേതെങ്കിലും പൊതുപ്രവർത്തകർ സ്വർഗത്തിലുണ്ടോ? താങ്കളുടെ ഉത്തരം വീണ്ടും യേശുവിന്റെ സുവിശേഷ പഠനങ്ങൾക്കനുസൃതമായി ആരെയും വിധിക്കരുത് എന്ന വസ്തുത ഉറപ്പിക്കുന്നതായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. യേശുവിന്റെ പഠനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തോടൊപ്പമായിരിക്കണമെങ്കിൽ സാധിക്കുന്നത്ര നാം അനുസരിക്കണം. എന്റെ മനസ്സിൽ ഇപ്പോൾ വരുന്ന 2 വ്യക്തികൾക്ക് വളരെയധികം സഹിക്കേണ്ടി വന്നു. കാരണം അവർക്ക് യൗവനത്തിൽ ശരിയായ മാർഗനിർദ്ദേശം ആത്മീയ ജീവിതത്തെപ്പറ്റി ലഭിച്ചിരുന്നില്ല. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് ആത്മാക്കൾ എന്നോട് പറഞ്ഞു, നോർമ ജീൻ ബേക്കർ ഒരു നടി എന്ന നിലയിൽ അവർക്ക് മറ്റൊരു പേരും ഉണ്ടായിരുന്നു. അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞുവെന്ന്. ജോൺ ലെനൻ ഭൂതാവേശിതനായ ഒരു വ്യക്തിയാൽ കൊല്ലപ്പെടുകയായിരുന്നു. കൊലയാളി ഒരു പുരോഹിതന്റെ ജയിൽ ഭിത്തിക്ക് പുറത്തുനിന്നുള്ള ഒരു ഉച്ചാടന പ്രാർത്ഥന വഴി സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഈ 3 വ്യക്തികളോടുള്ള യേശുവിന്റെ സ്നേഹം ഭൂമിയിലുള്ള നമ്മുടേതിനേക്കാൾ വളരെ ഔദാര്യപൂർണമായിരുന്നു. എന്നാൽ ഈ 2 കേസുകളിലും ആരൊക്കെയാണ് ഇവരെന്ന് എന്റെ ഒരു സുഹൃത്ത് വഴി അറിവ് ലഭിച്ചപ്പോൾ അവർ ലോകപ്രശസ്തരാണെന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾക്ക് പേര് കൊണ്ടുവന്നു തന്ന ഏതെങ്കിലും വ്യക്തിക്ക് കുഴപ്പമുണ്ടാകാത്ത വിധത്തിൽ ആത്മാക്കൾ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടോ? ഏതാണ്ട് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. ആത്മാക്കൾ ഒരു ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഇത് എന്നെ അറിയിച്ച മനുഷ്യനോട് ഇതേക്കുറിച്ച് ഇനി സംസാരിക്കരുത്, ഇത് അയാളുടെ സുരക്ഷിതത്വത്തിന് കോട്ടം വരുത്തുമെന്നും എന്നോട് അവർ പറഞ്ഞു. ജനായത്ത ഭരണം, ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ജനങ്ങൾ സർക്കാർ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ വോട്ട് രേഖപ്പെടുത്തണമെന്നത് ദൈവദത്തമായ ചുമതലയാണോ? വോട്ടു രേഖപ്പെടുത്തൽ ദൈവദത്തമായ ഒരു ചുമതലയല്ല എന്ന് ആത്മാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ജനപദത്തിന്റെ ചരിത്രഗതി തന്നെ മാറ്റിയേക്കാവുന്ന എന്തെങ്കിലും ഉത്തരം ശുദ്ധീകരണാത്മാക്കൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ടോ? ലാസലെറ്റിലെ ദർശകയായ മെലാനി ഇതിനകം പറഞ്ഞു കഴിഞ്ഞ കാര്യം ഒരു ശുദ്ധീകരണാത്മാവ് എന്നെ അറിയിച്ചു. ഫ്രഞ്ച് കിരീടത്തിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നതും അതിന്റെ മുഴുവൻ കഥയും താമസിയാതെ പുറത്തുവരും എന്നാണ് അത്.